അഭിജിത്ത്, ഈ മഹാസമ്മേളനം അതിന്റെ ഭാഗമാകാൻ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിൽ നിന്നുള്ളവർ, മതസംഘടനകളുടെ, സാംസ്കാരിക, സാമുദായിക സംഘടനകളുടെ പ്രതിനിധികളൊക്കെയും ഉണ്ടാകും. അതിനൊപ്പം തന്നെ വർണ്ണാഭമായ കലാപരിപാടികളും അണിനിരക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇന്നത്തെ പരിപാടികളുടെ ഒരു ക്രമം? കോഴിക്കോട് ബീച്ചിൽ അല്പസമയത്തിനകം SKN40 കേരള യാത്രയുടെ 1 മാസം നീണ്ടുനിന്ന തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നാട് നഗരവും ഇളക്കി ലഹരിക്കെതിരെ, അക്രമത്തിനെതിരെ ജനകീയ പ്രതിരോധമുയർത്തിയ SKN40 കേരള യാത്രയുടെ കേരള പര്യടനത്തിന്റെ സമാപന സമ്മേളനമാണ്. ലഹരിക്കെതിരായ മഹാസമ്മേളനത്തിനാണ് കോഴിക്കോട് കടപ്പുറം അറബിക്കടലിന്റെ തീരം അല്പസമയത്തിനകം സാക്ഷിയാകാൻ പോകുന്നത്. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട്. അഭിജിത്ത്, ഈ മഹാസമ്മേളനത്തിന്റെ ഭാഗമായി നിരവധി സാംസ്കാരിക പരിപാടികൾ കൂടി നമ്മൾ പദ്ധതിയിട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഇന്നത്തെ പരിപാടികളുടെ ഒരു ക്രമം? ഗോകുൽ, വലിയ ആവേശത്തിലാണ് കോഴിക്കോടുകാർ മാത്രമല്ല, സമീപ ജില്ലകളിൽ നിന്നുൾപ്പെടെ നിരവധി പേർ ഈ ബീച്ചിലേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട്. മഹാസമ്മേളനം, അത് ലഹരിക്കെതിരെയുള്ള മഹാസമ്മേളനം, അത് ഓരോരുത്തരും തങ്ങളുടേതായ പങ്ക് അതിനകത്ത് വഹിക്കുകയാണ്. നമുക്കിപ്പോൾ കാണാം ഈ പരിപാടി. ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള പരിപാടി നടക്കുന്ന വേദിയാണിത്. കൃത്യമായി പറഞ്ഞാൽ നിരവധിയായ കലാപരിപാടികളാണ് ഇവിടെ എത്തുന്നവർക്ക് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അതിൽ MG ശ്രീകുമാറും സ്റ്റീഫൻ ദേവസിയും നയിക്കുന്ന ഗാനമേളയുണ്ട്. ഒപ്പം അകം ബാൻഡ്, അതായത് ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന സംഗീത നിശയുണ്ട്. അങ്ങനെ വിവിധങ്ങളായ കലാപരിപാടികളാണ് ഇവിടെ എത്തുന്നവർക്ക്, ഈ ലഹരി വിരുദ്ധ മഹാസമ്മേളനത്തിൽ അണിചേരാൻ എത്തുന്നവർക്ക് നമ്മളൊരു വിരുന്നായി നൽകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗോകുൽ, ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞ നമ്മൾ ഒന്നായി ചൊല്ലുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, ഏതാണ്ട് 1 മാസത്തിനടുത്തായി 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന യാത്ര, ആ യാത്രയിൽ കേരളത്തിലെ മലയാളികളെ ഓരോരുത്തരെയും സ്പർശിച്ചുകൊണ്ടായിരുന്നു നമ്മുടെ യാത്ര. ഇനി ഇവിടെ ലഹരി ഉണ്ടാകരുത്, ഇനി ഇവിടെ അക്രമം ഉണ്ടാകരുത് എന്നുള്ള ആ ഒരു മുദ്രാവാക്യം ഏറ്റുവിളിച്ചുകൊണ്ടായിരുന്നു നമ്മുടെ യാത്ര പുരോഗമിച്ചിരുന്നത്. വലിയ ജനപിന്തുണ നമുക്ക് ഈ യാത്രയുടെ ഭാഗമായി കിട്ടി. അതിനാണ് ഇന്ന് ഈ കോഴിക്കോട് ബീച്ചിൽ പരിസമാപ്തി കുറിക്കുന്നത്. നമുക്ക് കാണാം, നിരവധി പേർ ഈ സമ്മേളനത്തിന്റെ ഭാഗമാകാൻ, ഈ ലഹരി വിരുദ്ധ സമ്മേളനത്തിന്റെ ഭാഗമാകാൻ, ഈ പ്രതിജ്ഞ ഏറ്റുചൊല്ലാൻ വേണ്ടി കോഴിക്കോട് ബീച്ചിലേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട്. ചേട്ടാ, എവിടുന്നാ വരുന്നത്? കോഴിക്കോട് പേരാമ്പ്ര. എന്താ ഇന്നിപ്പം നമ്മൾ ഈ ഒരു ലഹരി വിരുദ്ധ യാത്രയ്ക്ക് ഒരു പിന്തുണ അർപ്പിച്ചു? വളരെ നല്ലതല്ലേ, വളരെ നല്ലതാണ്. വളരെ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനെതിരായിട്ട് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ ഞങ്ങൾ ചെയ്യും. ചേച്ചി, എവിടുന്നാ വരുന്നത്? ഞാൻ മെഡിക്കൽ കോളേജിൽ എടുക്കുന്നത്. എന്താ, എങ്ങനെയാ ഇപ്പം നമ്മളിപ്പോൾ വലിയ പ്രശ്നത്തിലാണ്, ഈ ലഹരി, അക്രമം, അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങൾ. അതൊക്കെ ഒന്ന് മാറ്റി കിട്ടണം, കുട്ടികളൊക്കെ നല്ല വഴിക്ക് വരണം. അതെ, SKന്റെ യാത്രയ്ക്ക് പിന്തുണയായിട്ട് വന്നതാണ്. അതെ. അങ്ങനെയാണ് വലിയൊരു പിന്തുണ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാം, നിരവധി പേർ ഇവിടേക്ക് വന്നിട്ടുണ്ട്. ചേട്ടാ, എവിടുന്നാ വരുന്നത്? കോഴിക്കോട് നരിക്കുനി. എന്താ ഇപ്പൊ നമ്മളെ ഈ ഒരു യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വന്നതാണ്? അതെ അതെ അതെ, ഞാൻ എക്സൈസിലാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഒരു ആവേശം കൊണ്ടുവന്നതാണ്. അപ്പോൾ എക്സൈസിലാണ്, സാറിന് അറിയാം. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നങ്ങൾ നമ്മൾ സാറിന് കൃത്യമായിട്ട് അറിയായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു യാത്ര, ഈ SKN കഴിഞ്ഞ് 1 മാസമായി ഈ ഒരു യാത്ര നടത്തുന്നുണ്ട്, സാർ എങ്ങനെയാണ് അതിനെ, ആ ഒരു യാത്രയെ നോക്കിക്കാണുന്നത്? കേട്ടില്ല. കഴിഞ്ഞ 1 മാസമായി നമ്മൾ ഈ ഒരു യാത്രയുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ സാർ എങ്ങനെയാണ് ഈ ഒരു യാത്രയെ നോക്കിക്കാണുന്നത്? ഞാൻ നല്ല ആളുകൾക്ക് നല്ലൊരു പ്രചോദനമാണ് ഇതിൽ കൂടെ ഉണ്ടാവുന്നത്. ഇത് ലഹരിക്കെതിരായിട്ട് നല്ലൊരു മുന്നേറ്റമാട്ടെ. ഇങ്ങനെയുള്ള പരിപാടികൾ ഇനിയും വരട്ടെ എന്നുള്ളതാണ് എൻ്റെ. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് ബിജു. എവിടുന്ന? ഞാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നടന്നു വരുന്നതാണ്. അപ്പോൾ സാറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. ലഹരി വേണ്ട, ലഹരി മുക്തി കേരളം, അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഞാൻ ഫുൾ സപ്പോർട്ട് SKക്ക് നൽകുന്നു. ഏതായാലും ലഹരി മുക്ത കേരളം, അങ്ങനെ ലഹരിയെ തുടച്ചു നീക്കുക എന്നുള്ള ലക്ഷ്യമിട്ട് തന്നെയാണ് എല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട്. ഇവിടെ 2 കൊച്ചു മിടുക്കർ കൂടി ഉണ്ട്. എന്താ മോന്റെ പേര്? അല്ല സർ, എന്താ ഇങ്ങോട്ടേക്ക് ഇപ്പൊ വന്നേ? എന്താ ഒരു ഫ്ലക്സ്? ഞാൻ ലഹരിക്കെതിരെ വണ്ടൂരിൽ നിന്ന് കോഴിക്കോട് വരെ യാത്ര ചെയ്ത്, സൈക്കിൾ യാത്ര ചെയ്ത് എത്തുകയാണ് കോഴിക്കോട് വരെ. അത് ശരി, സൈക്കിളിലാണ് യാത്ര ചെയ്ത് വന്നത്. എന്താ നമ്മുടെ ഈ ലഹരി വേണ്ട എന്നുള്ള ഒരു മുദ്രാവാക്യം തന്നെയാണോ? ലഹരി ഈ കേരളത്തിൽ വേണ്ട. ലഹരി ഉപയോഗിക്കുന്നവരെയും ലഹരി ഉണ്ടാക്കുന്നവരെയും നമുക്ക് ഈ നാട്ടിൽ നിന്ന് എന്നേക്കുമായി നാട് കടത്തണം. എന്താ മോന്റെ പേരെന്താ? അല്ല സർ. എവിടെയാ പഠിക്കുന്നത്? ഞാൻ വണ്ടൂര്. ഓക്കെ, അങ്ങനെ വണ്ടൂരിൽ പഠിക്കുന്ന അല്ല സർ, അവൻ സൈക്കിൾ ഓടിച്ചുകൊണ്ടാണ് ഇവിടേക്ക് വന്നത്. ഒറ്റ ലക്ഷ്യമാണ് ലഹരിയെ തോൽപ്പിക്കുക, ലഹരിയെ എതിർത്ത് തോൽപ്പിക്കുക. അതാണ് അല്ല സാറിന്റെ ലക്ഷ്യം. അങ്ങനെ ചെറുതും വലുതുമായ ഒട്ടേറെ പേർ ഇവിടേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താ പേരെന്ത്? ഫാരിഷ. എവിടുന്നാ വരുന്നത്? മാട്ടൂൽ, കണ്ണൂർ.
നമ്മൾ ഈ എസ്കേൻ്റെ ഈ ഒരു യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു തന്നെയാണ്. ഷുവറായിട്ടും. ഞാനൊരു മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ്. നമ്മുടെ അണ്ടറിലുള്ള ഒരു ഗ്രൂപ്പുണ്ട്, ധീര ആൻറ്റി ഡ്രഗ്സ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എന്തായാലും ഈ ഒരു ലഹരി മാഫിയക്കെതിരെ ശക്തമായ രീതിയിൽ നമ്മൾ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ടീമാണ്. കഴിഞ്ഞ 1.5 മാസം കൊണ്ട് നമ്മുടെ മാട്ടൂലിൽ ഏരിയയിൽ ഒരു 80% ലഹരി കുറക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നലെ പ്രോഗ്രാം ഉണ്ടായത് നമ്മുടെ മാട്ടൂലിലാണ്. അപ്പോൾ ഹാഷ്മിയും SKN ഒക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ധീരയാണ് അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തത്. അപ്പോൾ നമ്മൾ ലഹരിക്കെതിരെയുള്ള ഒരു കൂട്ടായ്മയാണ്. കഴിഞ്ഞ 1.5 മാസമായിട്ട് നമ്മൾ ഫീൽഡിലുണ്ട്. ഇന്നലെ ഇപ്പോൾ 24-ന്റെ പ്രോഗ്രാം ആയി കഴിഞ്ഞാലും വലിയ ജനക്കൂട്ടമാണ് മാട്ടൂലുണ്ടായത്. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. നിങ്ങൾക്കും കൂടി 24-ന് കൂടി ഐക്യമാണ്. നമുക്കറിയാലോ ഇപ്പം കേരളത്തിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ, ലഹരി വല്ലാത്ത രീതിയിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ബാധിച്ചിരിക്കുന്ന ഒരു സമയത്താണ് 24 ആയാലും SKN ആയാലും ജനങ്ങളിലെ ഇടയിലേക്ക് വന്നത്. അപ്പോൾ ഇത് ജനങ്ങൾക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്, വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം നൽകുന്നത്. നമ്മളും ധീരയുടെ ഒരു നിവേദനം ഇന്നലെ SKN കൊടുത്തിട്ടുണ്ടായി മുഖ്യമന്ത്രിക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട്. ഗോകുൽ, ഇതുപോലെ തന്നെയാണ് എല്ലാവരും ഇങ്ങനെ ഈ ലഹരിയെ തുടച്ചു നീക്കുക എന്നുള്ള ലക്ഷ്യമിട്ട് തന്നെയാണ് ഇവിടേക്ക് വന്നത്. നമുക്കറിയാം 14 ജില്ലകളിലൂടെയും SKN യാത്ര നടത്തിയിരുന്നു. യാത്രയിൽ ലഭിച്ച അഭിപ്രായങ്ങൾ, കണ്ടെത്തലുകളൊക്കെ നമ്മൾ മുഖ്യമന്ത്രിക്ക് ഒരു റിപ്പോർട്ടായി സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും വലിയ ഒരുക്കം കോഴിക്കോട് ബീച്ചിൽ അതിന്റെ പൂർണ്ണതയിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പരിപാടികൾ അല്പസമയത്തിനകം തുടങ്ങുകയും ചെയ്യും. ഗോകുൽ, തീർച്ചയായും ആ കൊച്ചുകുട്ടി ഉൾപ്പെടെ വണ്ടൂരിൽ നിന്ന് സൈക്കിൾ ചവിട്ടിയാണ് കോഴിക്കോട് കടപ്പുറത്തേക്ക് എത്തിയിരിക്കുന്നത്. ആ സ്കൂൾ കുട്ടി അവൻ ലഹരിക്കെതിരായ മുദ്രാവാക്യം ഈ പ്രതിരോധ പ്രചാരണത്തെ ഏറ്റെടുക്കുന്നുവെന്നത് അങ്ങേയറ്റം ചാരിതാർത്ഥ്യം നൽകുന്നതാണ്. ആ കൊച്ചുകുട്ടിയുടെ വാക്കുകൾ പോലും അങ്ങനെ വിവിധ തുറകളിൽ നിന്നുള്ളവർ, സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നുള്ളവർ, അത് ഉദ്യോഗസ്ഥരാവട്ടെ, വിദ്യാർത്ഥികളാവട്ടെ, അല്ലെങ്കിൽ വീട്ടമ്മമാരാവട്ടെ, എല്ലാവരും അങ്ങനെ സമൂഹത്തിന്റെ നാനാ മേഖലയിൽ നിന്നുള്ളവർ, ലഹരിക്കെതിരെ പ്രതിരോധത്തിൽ ഐക്യപ്പെടുന്ന എല്ലാ മനുഷ്യരും കോഴിക്കോട് അണിനിരക്കുകയാണ്. 24-ന്റെ SKN40 കേരള യാത്രയുടെ സമാപന സമ്മേളനത്തിലേക്ക്, മഹാസമ്മേളനത്തിലേക്ക് ആളുകൾ എത്തുന്നു.